Hello everyone, welcome to my YouTube channel. +1 ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ 4th ചാപ്റ്ററും സുവോളജിയിൽ നോക്കുകയാണെങ്കിൽ 2nd ചാപ്റ്ററുമായിട്ട് വരുന്ന ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ സൈഡായിരുന്നു പറഞ്ഞിരുന്നത്. മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഹെഡിങ്സ്, പിന്നെ കുറച്ച് പുതിയ ഫൈലംസ്, ഇങ്ങനെയൊക്കെ പഠിക്കാനുള്ളതിനെ പറ്റി ചെറിയൊരു ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. സോ മാക്സിമം നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. മാക്സിമം ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഉപകാരമായേക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഇതാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഓരോ ജീവജാലങ്ങളെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ ബേസിസിലാണ് ഓരോ ജീവികളെയും ഓരോ കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് സിമിലാരിറ്റിയുടെയും ഡിസ്സിമിലാരിറ്റിയുടെയും ബേസിസിലാണ്. അപ്പോൾ എന്തൊക്കെയോ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് സിമിലറായി തോന്നുന്നവയെ ഒരു ഗ്രൂപ്പിലേക്കും ഡിസിമിലറായി തോന്നുന്നവയെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സിമിലാരിറ്റിയുടെ ബേസിലാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയണം. അതിനെന്താണ് അതിൻ്റെ ബേസിസ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ആ 5 ബേസിസുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഫസ്റ്റ് വൺ, അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. സെക്കൻഡ് വൺ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. തേർഡ് വൺ, body symmetry. Fourth, patterns of digestive, circulatory or reproductive systems. Fifth one, nature of coelom. ഈ 5 പോയിന്റ്സിലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഒന്നാമത്തേതാണ് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. കാരണം ഈ ഒരു സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഏതൊരു ജീവജാലത്തിൻ്റെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. അതിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസവും ഉണ്ട്. അതായത് ഒറ്റ സെല്ല് കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. 2 അതിലധികമോ സെല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങളും ഉണ്ട്. ഇവയിലൊക്കെയും സെല്ല് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. ആ ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് വൺ, അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. ഇതിൽ സെല്ല് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് നോക്കുന്നത്. നമുക്കതിൽ കുറേ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. സോ നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് പോവാം. രണ്ടാമത്തതാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ സുവോളജിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കണം. അതാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു സീരീസ് നമ്മൾ അധികം പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്നത് സുവോളജിയുടെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ജന്തുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് സെൽസ് ആണ്, അല്ലേ? ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് സെല്ലാണ് അഥവാ കോശം. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സെല്ല് തന്നെയാണ്. ഏതൊരു ജീവൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ട് സെൽ എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ ഉണ്ടാവും. ഇനി സിമിലാരിറ്റിയുള്ള സെൽസുകൾ തമ്മിൽ കൂടിച്ചേർന്നാൽ, ശ്രദ്ധിക്കുക, സിമിലാരിറ്റിയുള്ള സെൽസ് മാത്രം കൂടിച്ചേരുകയാണെങ്കിൽ അവ അടുത്ത ഘട്ടമായ ടിഷ്യൂ എന്ന് പറയുന്ന ലെവലിലേക്ക് കടക്കുന്നു. അതായത് സിമിലാരിറ്റിയുള്ള സെല്ലുകൾ കൂടിച്ചേർന്ന് അടുത്ത ഘട്ടമായ ടിഷ്യൂവിലേക്ക് കടക്കുന്നു. ഈ നിർമ്മിതമായ ടിഷ്യൂ എന്ന് പറയുന്നതിന് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അല്ലാതെ വെറുതെ സെൽസ് ചേർന്ന് ഒരു ടിഷ്യൂ ആവേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ടിഷ്യൂ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ടിഷ്യൂ ആയിട്ട് നിലകൊള്ളേണ്ടതുള്ളൂ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തത്, സെല്ലുകൾ ഏത് തരത്തിലാണ് അവിടെ ജോയിൻ ചെയ്യേണ്ടത്? ഒരേ തരത്തിലുള്ള സെല്ലുകൾ മാത്രമാണ് ജോയിൻ ചെയ്ത് ടിഷ്യൂ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ ഒരു ടിഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനും ഉണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീരീസിലുള്ള ആദ്യത്തെ 2 മെമ്പേഴ്സ്. സെല്ല്, സെയിം സെല്ലുകൾ ചേർന്നിട്ട് ടിഷ്യൂ ആയി മാറുന്നു, വിച്ച് ക്യാൻ പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ.
ഇനി അടുത്ത ലെവലാണ് ഓർഗൻ എന്ന് പറയുന്നത്, അടുത്ത സീരീസിലുള്ളത്. ഓക്കെ, ഈ സീരീസിലുള്ള അടുത്ത മെമ്പർ. ഇവിടെ എങ്ങനെയാണ് ഒരു ഓർഗൻ ഫോം ചെയ്തിരിക്കുന്നത്? സിമിലാരിറ്റി ഉള്ള ടിഷ്യൂസുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടാവുക. ഇതേ പാറ്റേൺ തന്നെ, അതായത് ജസ്റ്റ് മുമ്പേ ഉള്ളവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ, ഒരുപോലെയുള്ളവ കൂടിച്ചേരുമ്പോൾ അടുത്ത് ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഒരേപോലെയുള്ള ടിഷ്യൂസുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടാവുന്നത്. ഇവിടെ ഒരു ഓർഗൻ ഉണ്ടായി കഴിഞ്ഞാൽ വെറുതെ ഒരു ഓർഗൻ ഉണ്ടായിട്ട് കാര്യമില്ല, ആ ഓർഗനും എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരികയാണെങ്കിൽ ഓർഗൻ സിസ്റ്റമാണ്. ഓർഗൻ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാവുക? ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളതോ അല്ലെങ്കിൽ ഫങ്ഷണലി എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉള്ള കുറച്ച് ഓർഗൻസ് ചേർന്നിട്ടാണ് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നത്. അവയവ വ്യവസ്ഥ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ദഹന വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ, ഒരു ദഹന വ്യവസ്ഥ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ വായ മുതൽ എയ്നസ് വരെ ഒരുപാട് ഓർഗൻസ് അതിൽ കാണുന്നുണ്ട്. ആ അത്രയും ഓർഗൻസ് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു കറക്റ്റ് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അതിനെ നമുക്കൊരു വ്യവസ്ഥ അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയാം. അതായത് ഒരു ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിൽ ഒത്തിരി ഓർഗൻസ് ഉണ്ടാവും. ആ ഓർഗൻസ് എല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു പ്രവർത്തനം ചെയ്യും എങ്കിൽ അവയ്ക്ക് ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയായിട്ട് നിൽക്കാൻ പറ്റും. അല്ലാതെ വെറുതെ കുറച്ച് ഓർഗൻസ് ചേർന്ന് ഒരു അവയവ വ്യവസ്ഥ ഉണ്ടായിട്ട് കാര്യമില്ല. അവ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ എന്ന് പറയാൻ പറ്റും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. സെൽസ് ചേർന്ന് ടിഷ്യൂ ആവുന്നു, ടിഷ്യൂ ചേർന്ന് ഓർഗൻ ആവുന്നു, ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം ആവുന്നു. ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു പോയിന്റിൽ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്തിൻ്റെ ലെവലിലാണ് ഓർഗനൈസേഷൻ നടത്തിയിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കറിയാം, ആനിമൽസ് പലതരത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഫൈലംസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവ തന്നെ ലീസ്റ്റ് അഡ്വാൻസ്ഡും മോസ്റ്റ് അഡ്വാൻസ്ഡും മീഡിയം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. പലതിലും ഒറ്റ സെല്ലുള്ളവ ഉണ്ടാവാം, രണ്ടുണ്ടാവാം, അതിൽ കൂടുതലുള്ളവ, അങ്ങനെ പലതരത്തിലുള്ള ആനിമൽസും ഉണ്ട്. അവയൊക്കെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു യൂണിറ്റിന്റെ ബേസിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഓർഗനൈസേഷന്റെ ലെവൽ എന്ന് പറയുന്നത് പല വിധത്തിലാവാം. പല ആനിമൽസിൽ ഒരേപോലെയുള്ള ആനിമൽസിനെ ഒരു ലെവലിലാക്കുന്നു, മറ്റൊരു രീതിയിൽ ഒരേപോലെയുള്ളവയെ മറ്റൊരു ഗ്രൂപ്പാക്കുന്നു. അങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ നമുക്ക് 4 ലെവൽസ് ആണ് കാണാൻ പറ്റുന്നത്. അതിലത്തെ ഒന്നാമത്തെ ലെവലാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, രണ്ടാമത്തത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, 3 ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, 4 ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ ഇവിടെ ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇത് മനസ്സിലുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്കിത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഏതെങ്കിലും ഒരു ആനിമൽ ബോഡിയിൽ ഒന്നുകിൽ ഒരു സെല്ല് അല്ലെങ്കിൽ ഒന്നിലധികം സെല്ല് കാണപ്പെടാം. പക്ഷേ അവ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ആനിമൽസ് ആണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം: An animal body is composed of one or more cells, but that cells may not be joined to form a specific tissue. ഒന്നും കൂടെ പറയാം: An animal body consists of one or more cells, but that cells do not join to form a specific tissue. ഒരു ആനിമലിന്റെ ശരീരത്തിൽ ഒന്നോ അതിലധികമോ സെൽസുകൾ കാണപ്പെട്ടേക്കാം, പക്ഷേ അവ കൂടിച്ചേർന്ന് ടിഷ്യൂ എന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സിമിലർ സെൽസ് ആയിരിക്കണം, അഥവാ ടിഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ ടിഷ്യൂവിന് ഒരു സ്പെസിഫിക് ഫംഗ്ഷനും ഉണ്ടാവണം. പക്ഷേ ഈ 2 കേസും ഇവിടെ അപ്ലിക്കബിൾ അല്ല. അത്തരത്തിലുള്ള ജീവജാലങ്ങളാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഫൈലമായ ഫൈലം പോറിഫെറ. സോ എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പോറിഫെറ എക്സാമ്പിൾ ആയിട്ട് പറയാം. സിംപ്ലി
ഒരു ജീവിയുടെ ശരീരത്തിൽ ഒന്നോ അതിലധികമോ സെല്ലുകൾ ഉണ്ടാവാം, പക്ഷെ അത് ജോയിൻ ചെയ്ത് ഒരു ടിഷ്യൂ എന്ന ലെവൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ ആണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. വാട്ട് ഈസ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ, ഹിയർ ദ ആനിമൽ ബോഡീസ് കൺസിസ്റ്റ് ഓഫ് മെനി സെൽസ് ആൻഡ് ദാറ്റ് സെൽസ് കോർഡിനേറ്റ് ടു ഫോം എ ടിഷ്യൂ which perform a specific function. ഒന്നും കൂടെ പറയാം. Here the animal body is composed of many cells. That cells coordinate to form a tissue which can perform a specific function. ഈ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുമ്പോൾ ആ ഗ്രൂപ്പിൽ പെടുന്ന ആനിമൽസിന്റെ ശരീരത്തിൽ ഒന്നിൽ കൂടുതൽ സെൽസ് കാണപ്പെടുന്നു. അവയിൽ ഒരേപോലെയുള്ള സെല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്യപ്പെട്ട് ഒരു ടിഷ്യൂ ആയി മാറിയിട്ടുണ്ട്. മാത്രമല്ല ആ ടിഷ്യൂ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുന്നുമുണ്ട്. ഈ ഒരു ലെവലിനെയാണ് നമ്മൾ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞതിൽ സെല്ലുകളായി തന്നെ കിടന്നവയായിരുന്നു. പക്ഷെ ടിഷ്യൂ ലെവൽ എത്തുമ്പോഴേക്കും ആ സെല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ടിഷ്യൂ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ടിഷ്യൂ എന്ന് പറയുന്ന ഘട്ടം ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുന്നുമുണ്ട്. ഇതാണ് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ. ഇതിന് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഫൈലം സീലിൻഡ്രേറ്റ. ഫൈലം സീലിൻഡ്രേറ്റ നമ്മൾ ജസ്റ്റ് മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഈ സീലിൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തെ തന്നെയാണ് നമ്മൾ ഫൈലം നിഡേറിയ എന്നും കൂടെ വിളിച്ചിരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടിഷ്യൂ ലെവൽ. ഇനി നെക്സ്റ്റ് ലെവലാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹിയർ ദ ആനിമൽ ബോഡി കൺസിസ്റ്റ് ഓഫ് മെനി ടിഷ്യൂസ്. ദേ കോർഡിനേറ്റ് ടു ഫോം എൻ ഓർഗൻ വിച്ച് ക്യാൻ പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ടിഷ്യൂ എന്നുള്ളിടത്ത് ഓർഗൻ ആക്കുക, സെൽസ് എന്നുള്ളിടത്ത് ടിഷ്യൂ ആക്കുക. അതായത് ഒരുപാട് ഒരേ തരത്തിലുള്ള ടിഷ്യൂകൾ ചേർന്നിട്ട് ഒരു ഓർഗൻ ഉണ്ടായി മാറുന്നു. ആ ഓർഗൻ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഓർഗൻ ലെവൽ ചോദിച്ചാൽ ഇങ്ങനെ നമുക്ക് പറയാം, ഒരു ആനിമൽ ബോഡിയിൽ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട്. അവ യുണൈറ്റ് ചെയ്തിട്ട് ഓർഗനായിട്ട് മാറുന്നു. ആ ഓർഗൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്നു. ഓക്കെ, അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലാറ്റ് വേംസ് എന്നറിയപ്പെടുന്ന പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലമാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം കേട്ടാൽ തന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അടുത്തത് പറയാൻ പറ്റും. ഫോർത്ത് വൺ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്തായിരിക്കും ഇവിടെ? അതെ, അതായത് ഒരു ആനിമൽ ബോഡിയിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ടാവും. ആ ഒരുപാട് ഓർഗൻസിൽ കുറച്ച് ഓർഗൻസ് തമ്മിൽ യുണൈറ്റ് ചെയ്തിട്ട് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു ഓർഗൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫങ്ഷൻ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് കാര്യമായിരിക്കും. ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ആ ഒരു കംപ്ലീറ്റ് ഓർഗൻ സിസ്റ്റം ചെയ്യാൻ കഴിവുണ്ട് എങ്കിൽ നമുക്കവയെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താം. ഓരോന്നും ഇങ്ങനെയാണ്. ഒന്നാമത്തതിൽ സെല്ലുലാർ ലെവലിൽ സെല്ലുകളായി തന്നെ നിലകൊള്ളുന്നു. ടിഷ്യൂ ലെവലാകുമ്പോൾ സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ആവുന്നു. ഓർഗൻ ലെവലാണെങ്കിൽ ടിഷ്യൂ കൂടി ചേർന്ന് ഓർഗൻ ആവുന്നു. ഓർഗൻ സിസ്റ്റം ലെവലിലാണെങ്കിൽ ഓർഗനുകൾ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു. ഓരോ ഘട്ടത്തിലെത്തിയാലും ഏത് ലെവലാണുള്ളത് അവയ്ക്ക് അതിൻ്റെതായ ചില ഫംഗ്ഷൻ അത് ചെയ്യുന്നുണ്ടാവും. ഓർഗൻ സിസ്റ്റം ലെവലിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ പ്ലാറ്റി ഹെൽമിന്തസ് അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് മേലോട്ടുള്ള ഫൈലംസ് ഉണ്ടല്ലോ, ഹയർ ഫൈലംസ് ലൈക്ക് അനലിഡയൊക്കെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പഠിക്കാനുള്ളത്. തേർഡ് പോയിന്റ് ആണ് ബോഡി സിമെട്രി. ഈ ബോഡി സിമെട്രി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹേക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. എന്താണ് ബോഡി സിമെട്രി എന്ന് നോക്കാം. ബോഡി സിമെട്രി മീൻസ് ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് സിമിലർ ബോഡി പാർട്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് മെയിൻ ആക്സിസ് ഓഫ് ദി ബോഡി. ഒന്നുകൂടെ പറയാം. ബോഡി സിമെട്രി ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് സിമിലർ ബോഡി പാർട്സ് ഓൺ എയ്തർ സൈഡ്സ് ഓഫ് ദി മെയിൻ ആക്സിസ്. ഒന്ന് മലയാളത്തിൽ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ആനിമൽ അല്ലെ ഒരു ജീവജാലത്തിനെ എടുക്കുക. അതിനെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ആക്സിസിലൂടെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ, കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇരുവശത്തും ഒരേപോലെയുള്ള ബോഡി പാർട്സ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ
സിമെട്രി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇതൊരു ആനിമൽ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു സർക്കിളിൻ്റെ സിമെട്രി നോക്കുകയാണ് നമ്മൾ. അതിന് നമ്മളെപ്പോഴും സിമെട്രി നോക്കുമ്പോൾ സെൻറ്റർ ആക്സിസ് വഴിയാണ് സിമെട്രി നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പോയിന്റ് ഇടുകയാണ് ഇതിൻ്റെ സെൻറ്ററിൽ. ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന പോകുന്ന ഒരു ലൈനിന് ആ ഒരു ആനിമലിനെ തുല്യമായ രണ്ട് ഭാഗങ്ങളാക്കാൻ പറ്റുമെങ്കിൽ അവിടെ സിമെട്രി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സർക്കിളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുത്താൽ രണ്ട് സൈഡ് നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടുന്നുണ്ട്. സോ ഹിയർ ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന് സിമെട്രി ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളൊരു ദീർഘചതുരം എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് ഇട്ടു. അത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള കട്ട് ചിലപ്പോൾ നമ്മൾക്ക് ഈക്വൽ ഹാഫ് തരണം എന്നില്ല. ഒരു സമചതുരം ആണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു ദീർഘചതുരമാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈക്വൽ ഹാഫ്സ് എല്ലാ കട്ടിങ്ങിലും കിട്ടില്ല. ഒരു സർക്കിളിൻ്റെ കേസിൽ നമ്മൾ ഏത് രീതിയിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെൻറ്റർ പോയിന്റിൽ കൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഏത് പ്ലെയിന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരേപോലത്തെ രണ്ട് കഷ്ണങ്ങൾ കിട്ടും, രണ്ട് ഭാഗങ്ങൾ കിട്ടും. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കതിനെ സിമെട്രി എന്ന് പറയാം. ഇവിടെ ഈ ഒരു ദീർഘചതുരത്തിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം, നമുക്കിവിടെ ആനിമൽസിൻ്റെ സിമെട്രിയാണ് നോക്കേണ്ടത്. അപ്പോൾ ചില ആനിമൽസ് നമുക്ക് സിമെട്രി എന്ന് പറയുന്ന ഒരു കഴിവ് തരുന്നുണ്ട്. പക്ഷെ ചില ആനിമൽസിന് ആ ഒരു കഴിവില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതയില്ല. സോ നമുക്ക് ആനിമൽസിൻ്റെ കേസിലുള്ള സിമെട്രിയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ സിമെട്രി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. സിമെട്രി ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് സിമിലർ ബോഡി പാർട്സ് ഓൺ എയ്തർ സൈഡ്സ് ഓഫ് ദി മെയിൻ ആക്സിസ്. ഒരു മെയിൻ ആക്സിസിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമുള്ള സിമിലർ ആയിട്ടുള്ള ബോഡി പാർട്സ് കിട്ടുന്ന ആ ഒരു പ്രക്രിയയാണ് നമുക്ക് സിമെട്രി എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയാണ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലെയിനിൽ കൂടെ ഒരു സെൻറ്റർ കൂടെ ഒരു പ്ലെയിൻ കട്ട് ചെയ്ത് പോയാൽ ചിലപ്പോൾ എപ്പോഴും ഈക്വൽ ഹാഫ്സ് കിട്ടണമെന്നില്ല. ചില ആനിമൽസിൽ കിട്ടിയേക്കാം, ചിലതിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഈ ഒരു സിമെട്രിയുടെ കേസിൽ നമുക്ക് ആനിമൽസിൻ്റെ ആ ഒരു ഘടനയെ 3 രീതിയിൽ തരംതിരിക്കാം. അതിലുള്ള ഒന്നാമത്തതാണ് എസിമെട്രി, രണ്ടാമത്തത് ബൈലാറ്ററൽ സിമെട്രി, മൂന്നാമത്തത് റേഡിയൽ സിമെട്രി. ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. എസിമെട്രി, ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും സിമെട്രി ഇല്ല, അല്ല സിമെട്രി ഇല്ല. അതായത് നമ്മൾ ഒരു പ്ലെയിന് ഒരു ആനിമലിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും സിമെട്രി കിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് എസിമെട്രി. അതായത് എ പ്ലെയിൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ആക്സിസ് ഡസ് നോട്ട് ഗീവ് ഈക്വൽ പാർട്സ്. നമുക്കിങ്ങനെ പറയാം, ഒരു plane passing through the center of axis does not give any equal halves. ഒരു ആനിമലിൻ്റെ സെൻറ്റർ പോർഷനിൽ കൂടെ ഒരു പ്ലെയിൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈക്വൽ ഹാഫ് തരാത്ത ആ ഒരു അവസ്ഥയാണ് എസിമെട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്പോഞ്ചസ് ആണ്, കമ്മിങ് അണ്ടർ ദ ഫൈലം പോറിഫെറ. ഇതൊരു ഏകദേശം ഒരു ഘടനയാണ് സ്പോഞ്ചസിൻ്റെത്. നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും സ്പോഞ്ചിൻ്റെ ചിത്രം. നമുക്ക് ഇതിൻ്റെ സിമെട്രി ഒന്ന് നോക്കാം. ഇത് എസിമെട്രി ആണെന്നാണ് പറയുന്നത്. സോ ഈ സ്പോഞ്ചിൻ്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതായിരിക്കും ഒരു സെൻറ്റർ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്, അല്ല ഒരു പോയിന്റിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് അവിടെയായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏത് ലൈന് പോയി കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും ഇതിനെ ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഡസ് നോട്ട് ഗിവ് എനി പ്ലെയിൻ 2 ഈക്വൽ ഹാഫ്സ്. ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും യാതൊരു കാരണവശാലും നമുക്ക് 2 ഈക്വൽ ഹാഫ് കിട്ടാൻ പോകുന്നില്ല. ആ ഒരു കണ്ടീഷനാണ് എസിമെട്രി. ആൻഡ് സ്പോഞ്ചസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഇതിനൊരു ഉദാഹരണമാണ്. കണ്ടില്ലേ, നമുക്ക് ഒരു പ്ലെയിനും ഈക്വൽ ഹാഫ് തന്നിട്ടില്ല. സോ നമുക്ക് നെക്സ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് വൺ ഈസ് ബൈലാറ്ററൽ സിമെട്രി. എന്താ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ, എ പ്ലെയിൻ ഓഫ് ആക്സിസ് അല്ലെങ്കിൽ ഒരു എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ആക്സിസ് give 2 equal body parts through only a single plane. ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രം സിമിലർ ബോഡി പാർട്സ് കിട്ടുന്നതാണ് ബൈലാറ്ററൽ സിമെട്രി. അതായത് a plane of axis that gives 2 equal halves only in one plane. സെൻറ്ററിലൂടെ പോകുന്ന ഒരു പ്ലെയിൻ ഓഫ് ആക്സിസ്
മാത്രം നമുക്ക് 2 ഈക്വൽ ഹാഫ് തരും. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയാം. എക്സാമ്പിൾ ആരൊക്കെ നമുക്ക് പറയാം? നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് നമ്മുടെ ഒരു സെൻറ്റർ ഓഫ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ 2 ഈക്വൽ ഹാഫ് കിട്ടുള്ളൂ. വേറെ ഏത് രീതിയിലുള്ള കട്ടിങ്ങും നമുക്ക് ഈക്വൽ ഹാഫ് തരില്ല. സോ നമ്മൾ ഹ്യൂമൻ ബീയിങ് തന്നെ അതിനൊരു എക്സാമ്പിളാണ്. ഞാനിപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ബട്ടർഫ്ലൈയുടെ ഒരു ബോഡി സിമെട്രി എങ്ങനെയാണ് വരുന്നത്. ബട്ടർഫ്ലൈയുടെ ബോഡി സിമെട്രി എന്ന് പറയുമ്പോൾ സെൻറ്റർ പോയിന്റ് ഇതാണ്. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈനെ 2 ഈക്വൽ ഹാഫ് കിട്ടും. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്താലോ ഇങ്ങനെ കട്ട് ചെയ്താലോ ഇങ്ങനെ കട്ട് ചെയ്താലോ ഒന്നും തന്നെ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അതായത് ഈ ഒരു പ്ലെയിൻ, ഇങ്ങനെ ഒരു പ്ലെയിൻ മാത്രം നമുക്ക്, ഒരു ഹൊറിസോണ്ടൽ കട്ടിങ് മാത്രമേ നമുക്ക് ഈക്വൽ ഹാഫ്സ് തരുള്ളൂ. അങ്ങനെയുള്ളവയാണ് ബൈലാറ്ററൽ സിമെട്രിയിൽ പെടുന്നത്. അപ്പോൾ മൂന്നാമത്തെ എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്ലെയിൻ, അതായത് സെൻറ്റർ ഓഫ് ആക്സിസിൽ കൂടെ പോകുന്ന ഏതൊരു പ്ലെയിനും നമുക്ക് 2 ഈക്വൽ ഹാഫ് തരും. അങ്ങനെയുള്ള കട്ടിംഗ് ആണ് റേഡിയൽ സിമെട്രി. അതായത് an animal can be cut into 2 equal halves through any plane. ഒന്നും കൂടെ പറയാം. an animal body can be cut into 2 equal halves through any plane. That is what is called radial symmetry. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷിനെ നമുക്ക് ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും, ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സെൻറ്റർ ഓഫ് ആക്സിസ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റർ പോയിന്റിലൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സെൻറ്റർ പോയിന്റിൽ കൂടെ കട്ട് ചെയ്യുന്ന ഏതൊരു കട്ടും നമുക്ക് ഈക്വൽ ഹാഫ് തരുന്നുണ്ട് എങ്കിൽ അവ റേഡിയൽ സിമെട്രി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. എക്സാമ്പിൾ സ്റ്റാർ ഫിഷ്. നമുക്ക് സ്റ്റാർ ഫിഷിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 5 ആംസ് ആണ് സ്റ്റാർ ഫിഷിന് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഈക്വൽ ഹാഫ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഈക്വൽ ഹാഫ്, ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഈക്വൽ ഹാഫ്. അങ്ങനെ എങ്ങനെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിലും സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു പ്ലെയിൻ ആണ് അതെങ്കിൽ നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടിയിരിക്കും. അതാണ് റേഡിയൽ സിമെട്രി. അപ്പോൾ ഇത് 3 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടെ പറയാം. എസിമെട്രി ആണെങ്കിൽ സെൻറ്റർ ഓഫ് പ്ലെയിൻ കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് യാതൊരു കാരണവശാലും ഈക്വൽ ഹാഫ് തരില്ല. എക്സാമ്പിൾ സ്പോഞ്ചസ്. ബൈലാറ്ററൽ ആണെങ്കിൽ ഒറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം 2 ഈക്വൽ ഹാഫ് തരും. എക്സാമ്പിൾ ബട്ടർഫ്ലൈ, ഹ്യൂമൻ ബീയിങ്സ്, അങ്ങനെ മോസ്റ്റ് ആനിമൽസും എന്താണ് റേഡിയൽ ബൈലാറ്ററൽ സിമെട്രിയിൽ പെടുന്നതാണ്. മൂന്നാമത്തതാണ് റേഡിയൽ സിമെട്രി. വി ക്യാൻ കട്ട് ദ ആനിമൽ ത്രൂ എനി പ്ലെയിൻ ടു ഗെറ്റ് 2 ഈക്വൽ ഹാഫ്സ്. ഏത് പ്ലെയിനിലൂടെ കട്ടുകയാണെങ്കിലും ഈക്വൽ ഹാഫ്സ് കിട്ടും. എക്സാമ്പിൾ സ്റ്റാർ ഫിഷ്. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിലെ 4ാമത്തെ പോയിന്റ് ആണ് പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ഓർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്. സർക്കുലേറ്ററിയോ ഡൈജസ്റ്റീവോ റീപ്രൊഡക്റ്റീവോ സിസ്റ്റംസ് ഏത് പാറ്റേണിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പാറ്റേണിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും പാറ്റേൺസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇപ്പോൾ സർക്കുലേറ്ററി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോ ആനിമൽസിലും വെവ്വേറെ തരത്തിലായിരിക്കാം സർക്കുലേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരേപോലെയുള്ളവയെ ഓരോ കാറ്റഗറിയിലും വ്യത്യാസമുള്ളവയെ മറ്റൊരു കാറ്റഗറിയിലും പെടുത്തുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ പാറ്റേൺസിൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെയാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് കടക്കാം. ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 2 ടൈപ്പ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റംസ് ആണ് കാണാൻ പറ്റുക. അതിൽ ഒന്നാമത്തതാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, രണ്ടാമത്തത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് 2 ഓപ്പണിങ്സ് ഉണ്ടാവും. ഫോർ ഫുഡ് ഇൻടേക്ക് ആൻഡ് വേസ്റ്റ് റിമൂവൽ അല്ലേ. ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫുഡ് ഇൻടേക്കിനാണ്, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഓപ്പണിംഗ് എന്ന് പറയുന്നത് എക്സ്ക്രീഷന് വേണ്ടിയിട്ടാണ്, അതായത് വേസ്റ്റ് റിമൂവലിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ 2 ഓപ്പണിങ്സ് ഉണ്ട് എങ്കിൽ ആ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇൻടേക്കിനായി ഒരു മൗത്തും വേസ്റ്റ് റിമൂവലിനായിട്ട് ഒരു ഓപ്പണിങ്ങും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എനസ് എന്ന് പറയുന്നത്, ANUS. അപ്പോൾ ഇൻടേക്കിനായിട്ട് ഫുഡ് ഇൻടേക്കിനായി മൗത്തും എക്സ്ക്രീറ്റ് ചെയ്യാൻ, അതായത് വേസ്റ്റ് റിമൂവലിന് വേണ്ടിയിട്ട് എയ്നസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്പണിങ്ങും കൂടെ ഉണ്ടെങ്കിൽ
ആ ടൈപ്പ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ് തന്നെ. ഇനി അടുത്തതാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പം നമ്മളിവിടെ ഓപ്പണിങ്ങിൻ്റെ കേസാണ് ഫസ്റ്റിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ സെയിം കേസ് തന്നെയായിരിക്കും ഇൻകംപ്ലീറ്റിലും വരുന്നുണ്ടാവുക. ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഡിഫറൻസിൻ്റെ കേസിലാണ് നമ്മൾ കംപ്ലീറ്റും ഇൻകംപ്ലീറ്റും ആക്കിയിട്ടുള്ളത്. എന്താണ് ഡിഫറൻസ്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ടെയ്ൻ ഓൺലി എ സിംഗിൾ പോർ, സിംഗിൾ ഓപ്പണിംഗ്. ഒരൊറ്റ ഓപ്പണിംഗ്, ഒരൊറ്റ പോർ മാത്രമേ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കാണുള്ളൂ. അതായത് നമ്മുടെ ഫുഡ് ഇൻടേക്കും വേസ്റ്റ് റിമൂവലും ഒക്കെ ആ ഒരു ഓപ്പണിംഗ് വഴിയാണ് നടക്കുക. അല്ലാതെ ഫുഡ് കഴിക്കാൻ ഓപ്പണിംഗ്, വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യാൻ മറ്റൊരു ഓപ്പണിംഗ്, അങ്ങനെ ഒരു സിസ്റ്റം ഇതിലില്ല. ഓൺലി എ സിംഗിൾ ഓപ്പണിംഗ് ഫോർ ഫുഡ് ഇൻടേക്ക് ആൻഡ് വേസ്റ്റ് റിമൂവൽ. That type of digestive system is called incomplete digestive system. Example, Hydra. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്താൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓപ്പണിംഗ് ദാറ്റ് ഈസ് മൗത്ത്, എൻഡിങ്ങിൽ ഓപ്പണിംഗ് ദാറ്റ് ഈസ് ഏനസ്. ഇതിലെ ഫുഡ് ഉള്ളിലേക്ക് കയറുന്നു, ഇതിലെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് എക്സ്ക്രീഷൻ നടക്കുന്നു. ഇനി ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഹൈഡ്രയുടെ ഒരു ഡ്രമാറ്റിക് പിക്ചറൈസേഷൻ ആണിത്. ഇതിൽ നിങ്ങൾക്കറിയാം, ഹൈഡ്രയുടെ ചിത്രം നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ കാണുന്നതാണ്. ഇതിനൊരൊറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. ആ ഓപ്പണിങ്ങിൽ കൂടെ തന്നെയാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതും വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതും. ഇത്രയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ളത്, കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഓപ്പണിംഗ്. നെക്സ്റ്റ് വൺ ആണ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പാറ്റേൺ. സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഘടന അനുസരിച്ച് രണ്ട് രീതിയിലുള്ള സർക്കുലേറ്ററി സിസ്റ്റംസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ദാറ്റ് വൺ ഈസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, അടുത്തത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഏകദേശം പേരിൽ തന്നെ മനസ്സിലാവും, ഒന്ന് എന്തോ തുറന്നിട്ടിരിക്കുന്ന പോലെയാണ്, മറ്റേത് അടച്ചിട്ടിരിക്കുന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ പോയിന്റ് വൈസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ ഉപകാരപ്പെടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാനായിരിക്കും എക്സാമിന് ചോദിക്കുക. രണ്ട് കോളങ്ങളാക്കിയിട്ട് എഴുതാൻ ചോദിക്കും, 3 പോയിന്റ് വീതമോ ഈ 2 വീതം പോയിന്റുകളായിട്ടോ അങ്ങനെയായിരിക്കും ചോദിക്കുക. പഠിക്കാനും എളുപ്പം ഇങ്ങനെ 2 കള്ളികളായി തിരിച്ചിട്ട് എഴുതുന്നത് തന്നെയാണ്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണല്ലോ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുക. അപ്പോൾ എന്താണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് ചോദിച്ചാൽ, ഹിയർ ഹാർട്ട് പമ്പ്സ് ബ്ലഡ് ഇൻ ടു ഓപ്പൺ സ്പേസസ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ട് എന്ത് ചെയ്യും? ബ്ലഡ് പമ്പ് ചെയ്തിട്ട് ഒരു ഓപ്പൺ സിസ്റ്റത്തിലേക്ക്, ഓപ്പൺ ആയിട്ട് തന്നെ അങ്ങ് സ്പേസിലേക്ക് വിടുകയാണ്. അല്ലാതെ വേറെ രക്തക്കൊഴലുകളിലേക്കോ അങ്ങനെയൊന്നും വിടുന്നില്ല. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഓർഗാനിസം, അതായത് ഒരു ഹാർട്ട് ഉണ്ടാവും, പ്രത്യേകിച്ച് രക്തക്കൊഴലുകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഓർഗാനിസമാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ള ഓർഗാനിസംസ്. നേരെ മറിച്ച് ക്ലോസ്ഡ് ആണെങ്കിലോ, ഹാർട്ട് എന്ത് ചെയ്യും? ബ്ലഡ് പമ്പ് ചെയ്തിട്ട് പുറത്തേക്ക് വിടാൻ അതിന് ഒരുപാട് വഴികളുണ്ട്. ഓപ്പൺ സ്പേസിലേക്ക് അത് വിടുന്നില്ല. അങ്ങനെയുള്ള വഴികളാണ് നമ്മുടെ സിരകൾ, ധമനികൾ എന്നൊക്കെ പറയുന്ന വെയിൻസ്, ആർട്ടറീസ്, കാപ്പിലറീസ് എന്ന് പറഞ്ഞിട്ട് ഈ കുഴലുകളിലൂടെയൊക്കെയാണ് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തിട്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഓപ്പൺ സ്പേസിലേക്ക് പമ്പ് ചെയ്തിട്ട് ഇടുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആര് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഹ്യൂമൻ ബീങ്സ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വെയിൻസും ആർട്ടറീസും കാപ്പിലറീസും ഒക്കെ ഉണ്ട്. അല്ലാതെ ഹാർട്ട് ഡയറക്റ്റ്ലി എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്ത് വിടുന്നതല്ല. ഇവിടെ ഓപ്പൺ സ്പേസിലേക്ക് വിടുന്നു, ഇവിടെയാണെങ്കിൽ ഡയറക്റ്റ് വിടാതെ ഹാർട്ട് എന്ത് ചെയ്യും? ബ്ലഡ് ആർട്ടറിയിലും വെയിനിലും കാപ്പിലറീസിലുമായിട്ട് വിടുന്നു. സെക്കൻഡ് വൺ, ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു ഓപ്പൺ സ്പേസിലേക്ക് ഹാർട്ട് പമ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? ഈ ഒരു ആനിമൽസിൻ്റെ, ഈ കാറ്റഗറിയിൽ പെടുന്ന ആനിമൽസിൻ്റെ ശരീരത്തിലും സെൽസും ടിഷ്യൂസും ഒക്കെ ഉണ്ടാവും. ഈ സെൽസും ടിഷ്യൂസും ഒക്കെ ഈ ബ്ലഡിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അതായത് അതിൽ മുങ്ങി നിൽക്കുന്ന പോലെയാണ് സെല്ലുകളും ടിഷ്യൂസും കാണുക. കാരണം പ്രത്യേകിച്ചൊരു വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഡിപ്ഡ് ഇൻ ദി ബ്ലഡ്. അങ്ങനെയാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കാണുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്കറിയാം ക്ലോസ്ഡ് വെസൽസ് ഉണ്ട്. അതുകൊണ്ട് സെൽസും ടിഷ്യൂസും ഒന്നും ഡയറക്ട്ലി നോട്ട് അറ്റാച്ച്ഡ് വിത്ത് ബ്ലഡ് ആണ്. ഇനി ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ആനിമൽസിൻ്റെ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ കളർലെസ് ആണ്. കളർ ഉണ്ടാവില്ല ബ്ലഡിന്. നേരെ മറിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ കളേർഡ് ആണ് അല്ലേ. നമ്മുടെ രക്തം എന്ന് പറയുന്നത് റെഡ് കളേർഡ് ആണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കളറുള്ളത് ഉണ്ടാവാം. കോമൺലി ഉള്ളത് ഒരു കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. അല്ലാതെ ബ്ലൂ കളർ ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയാണ് മനസ്സിലാക്കാനുള്ളത് ഓപ്പൺ ക്ലോസ്ഡ് തമ്മിലുള്ള വ്യത്യാസം. ഒന്നാണെങ്കിൽ ഓപ്പൺ സ്പേസിലേക്ക്, മറ്റേതാണെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ടുകളിലേക്ക്, വേറെ വേറെ വഴികളിലേക്ക് വിടുകയാണ്. ഇവിടെ
ഓപ്പൺ ആയതുകൊണ്ട് സെല്ലും ടിഷ്യൂസ് ബ്ലഡിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നില്ല. ഇവിടെ കളർലെസ് ബ്ലഡ് ആണെങ്കിൽ ഇവിടെ കളേർഡ് ബ്ലഡ് ആണ്. ഇനി ഓപ്പണിനും ക്ലോസ്ഡിനും നമ്മൾ ഓരോ എക്സാമ്പിൾ പഠിക്കണം. ഓപ്പണിന് എക്സാമ്പിൾ പ്രോൺസ്, ചെമ്മീൻ, പിന്നെ കോക്രോച്ചസ്, കൂറകളും ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ആണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് എക്സാമ്പിൾ. അപ്പോൾ ഇത്രയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മുടെ 4th പോയിന്റ് ആണ്. അപ്പോൾ ഇതുവരെയും നമ്മൾ 4 പോയിന്റ്സുകൾ പഠിച്ചു അല്ലേ. ഒന്നാമത്തത് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് പഠിച്ചു, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു. ആ ലെവൽ ഓഫ് ഓർഗനൈസേഷന് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് 4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ബോഡി സിമെട്രി പഠിച്ചു 3 തരത്തിൽ, എസിമെട്രി, ബയലാറ്ററൽ സിമെട്രി ആൻഡ് റേഡിയൽ സിമെട്രി. ഇപ്പോൾ നമ്മൾ പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള 5ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നാച്ചർ ഓഫ് സീലോം ആണ്. അത് അത്യാവശ്യം അത് പഠിക്കണമെങ്കിൽ അതിന് മുൻപേ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഇതിവിടെ നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ഒരു അത്യാവശ്യം കുറച്ച് വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇതുവരെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാക്സിമം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പോയിന്റിലോട്ട് കടക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് മുൻപ് മാക്സിമം നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. അതിനുശേഷം അടുത്ത വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ പോയിന്റ്സും കംപ്ലീറ്റ്ലി കിട്ടും. അല്ലാതെ ഒന്നിച്ച് പഠിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റും. സോ അടുത്ത വീഡിയോയിൽ 5th ടോപ്പിക് ആയിട്ടുള്ള നാച്ചർ ഓഫ് സീലോം, അതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.